അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ റവ വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. നമ്മൾ വീട്ടിലൊക്കെ കാണുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റവ കുക്കി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ആദ്യം ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് മിക്സായി വന്നോളൂ. ഞാനിതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് റവ പകുതി ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള റവയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ റവ മാത്രമായതുകൊണ്ട് നമ്മൾ ചപ്പാത്തിക്കൊന്നും കുഴച്ചെടുക്കുന്ന അത്രയും സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ നമുക്കിത് ഒരു 20 മിനിറ്റ് മൂടി വെച്ച് മാറ്റി വെക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇനി ഇതൊരു 20 മിനിറ്റ് ഇതേപോലെ വെച്ച ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് കൈ വെച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവിയ ശേഷം ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ആദ്യം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വക്കൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു കുക്കി തയ്യാറാക്കാൻ വേണ്ടത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതെല്ലാം പരത്തിയെടുക്കാം. ഓരോന്ന് തയ്യാറാക്കുമ്പോഴും കയ്യിൽ ആദ്യം കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇത് കയ്യിലൊട്ടി പിടിക്കും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്ത ശേഷം കൈ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. നന്നായി ഒന്ന് പരത്തിയെടുത്ത ശേഷം വക്കൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കാം. കൂടുതൽ കട്ടിയിൽ തയ്യാറാക്കിയെടുക്കണ്ട കേട്ടോ, അപ്പോൾ ഉള്ളൊന്നും ശരിക്കും വെന്ത് വരില്ല. അപ്പോൾ ഞാനിതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കുക്കി മുങ്ങി കിടക്കാൻ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആദ്യം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം നമ്മൾ പരത്തി വെച്ചിട്ടുള്ളത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് തന്നെ കൂടുതൽ സമയം വെച്ചിരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കുക്കി റെഡി ആയിട്ടുണ്ട്. 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിൽ നിന്ന് മാറ്റി കൊടുക്കാം. നമ്മളിത് ഓയിൽ നിന്ന് എടുത്ത ശേഷം ഇത് കുറച്ചും കൂടെ ഒരു ബ്രൗൺ കളറായി വരും കേട്ടോ. ഇതിപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. ചൂടാറി വരുമ്പോൾ കുക്കി പോലെ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇനി നമുക്ക് ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാ കുക്കിയും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. 7 കുക്കിയാണ് കേട്ടോ നമ്മുടെ അടുത്തുള്ള ഈ അളവ് വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചൂടാറി വരുമ്പോൾ കുക്കി പോലെ നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.